ഒരു സ്കൂട്ടറിൽ നമ്മളൊന്നും ചെയ്തില്ല, നമ്മളങ്ങ് ചീറിപ്പാഞ്ഞ് പോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ നേരെ പോയി കുടിക്കാത്തൊന്ന് ചാടി മറിഞ്ഞു വീണു. നമ്മളങ്ങനെ നോക്കി, എന്തായാലും പോലീസ് പിന്നെ കണ്ടോണ്ട് പോയതല്ലേ, ചെന്ന് തട്ടിയൊക്കെ വിളിച്ച് നോക്കി. ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ അടിച്ച് സെറ്റ് വെള്ളം അടിച്ച് ഫോൺ തിരിഞ്ഞ് പോയതുകൊണ്ട് പോലീസിനെ കണ്ട് പാഞ്ഞു പോയതാണ്. ഓർമ്മയൊന്നുമില്ല. അങ്ങനെ നമ്മളതിനെ പതുക്കെ പൊക്കിയെടുത്ത് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ച് പരമാവധിയൊക്കെ നോക്കി. ഒരു രക്ഷയില്ല. എൻ്റെ ഒരു ഫോണുണ്ട്. ഫോൺ എടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് വിളിക്കാൻ നോക്കുന്നത് പാറ്റേൺ ലോക്കാണ്, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഇടുന്ന പാറ്റേൺ ഒക്കെ ഇട്ട് പറ്റി നോക്കി. നമ്മൾ സാധാരണ ഇടുന്നതൊക്കെയാണ് എല്ല്, എം, ഇതൊക്കെ ഇടുന്ന സി, ഇതൊക്കെ ഇട്ട് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ അവസാനം കുറെ സമയം കഴിഞ്ഞ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് വീണ്ടും വെള്ളമൊക്കെ പ്രാർത്ഥിച്ച് ദൈവമേ രക്ഷപ്പെടണേ. അങ്ങനെ പ്രാർത്ഥിച്ച് കുറെ കഴിഞ്ഞപ്പോ ഇവര് അരപരിവത്തിൽ ബോധമൊക്കെ വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിടാ ഒന്ന് അനിയാ, നീ എങ്ങനെയെങ്കിലും പാറ്റേൺ നോക്കാൻ, ഈ ഫോൺ വിളിച്ച് നിന്റെ ബന്ധുക്കളാരെങ്കിലും വരുത്തിക്കാലോ. യവൻ ഫോൺ എടുത്ത് പാറ്റേൺ വരയ്ക്കണുണ്ട്. ഞാൻ അന്തം വിട്ടു. കാക്ക ചുള്ളിക്കണ്ടുകൊണ്ട് കൂട് വയ്ക്കൂലേ, അതുപോലെ കാക്ക നോക്കാറാണ് 24 വരെ അങ്ങോട്ട്. നമുക്ക് ഒരിക്കലും ഇവന്റെ ഈ പാറ്റേൺ ഓപ്പൺ ചെയ്യാൻ പറ്റൂല. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഇത്രയും പാടുപെട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്? നിന്റെ ബോധമല്ല പോയ അത്യാവശ്യത്തിന് ഫോൺ വിളിക്കണ്ടേ? അപ്പൊ യോൻ പറഞ്ഞ മറുപടിയാണ്, അല്ലെങ്കിൽ സാറെ പെണ്ണുമ്പിള്ള കണ്ടുപിടിക്കണം. പെണ്ണുമ്പിള്ള കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ ഇത്രയും വിദഗ്ധമായിട്ട് ബുദ്ധി ആലോചിച്ച് എത്രയോ ആഴ്ചകളോ മാസങ്ങളെടുത്താണ് ഇവ ഇത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിൽ കണ്ടുപിടിച്ച് വെക്കാൻ വേണ്ടി. അങ്ങനെ അവൻ പാറ്റേൺ ഉണ്ടാക്കിയിട്ടിരിക്കുക. ഇത് പാറ്റേണൊക്കെ ഓപ്പൺ ചെയ്ത് ഞാൻ പറഞ്ഞ ഭാര്യയെ വിളിക്കട്ടെ, നമ്പർ പറയാം, സേവ് ചെയ്തിട്ടുണ്ട്. വൈഫാണ്. നമ്മൾ സാധാരണ വൈഫ് എന്നൊക്കെ അല്ലെങ്കിൽ ഹൗസ് എന്നൊക്കെ പറഞ്ഞടിച്ചിടും. ഇങ്ങനെയൊന്നും അല്ല സാറേ, ട്രാക്കുളെ അടിച്ചിട്ടുണ്ട്. അവര് വിളിക്കാതിരുന്നു. ഞാൻ പോയി ട്രാക്കുളെ, അവളെ പേര് DR കലയെന്നാണ്, ഞാൻ ചേർത്തന്നെ അടിച്ചിട്ടുണ്ട് ട്രാക്കുളെ. അല്ലെങ്കിലും ട്രാക്കുളയുടെ സ്വഭാവം തന്നെ സാറേ. പിന്നെ ഇവന്റെ കഥ പറച്ചിലൂടെ ഇന്നിപ്പോ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കി തന്നത് അവളാണ്. സാറിനറിയാമോ, ഞാൻ ഒരു കോൺട്രാക്ടറാണ്, അന്തസ്സുള്ളവനാണ്. അടുത്ത് കോൺട്രാക്ട് ബോധമില്ലാതെ അന്തസ്സുള്ളവനുണ്ട്. നമ്മൾ ആരും ഒന്നിനും സമ്മതിച്ചു കൊടുക്കൂല. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇതാണ്, എല്ലാം അന്തസ്സിൽ വിട്ടൊരു കളിയില്ല.